4 മണിക്കൂറിന് 48 മണിക്കൂറായിട്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്തൊക്കെ യൂസ് ചെയ്യാൻ ടെക്നോളജിനെ എന്തുമാത്രം നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ ഒരു കാര്യം. ഇന്നലെ നമ്മൾ അതാണ് പറഞ്ഞത്. Once again, good morning and welcome to Orange Apple Motivational Monster, day 1662. ഫെബ്രുവരി 6, 2025 വ്യാഴാഴ്ച. പലരും ചിന്തിച്ചിട്ടുണ്ടാവും ഇന്നലത്തെ സെഷന് ശേഷമെങ്കിലും ചില ഫീഡ്ബാക്കുകളും ചില ഓഡിയോസും ഒക്കെ കേട്ടു. ശരിയാണ്, നമ്മൾ ഉപയോഗിക്കുന്നില്ല. കൃത്യമായിട്ട് പലപ്പോഴും അലസതയോ അല്ലെങ്കിൽ അശ്രദ്ധയോ അല്ലെങ്കിൽ ഗൗരവത്തോടു കൂടിയ പ്ലാനിങ്ങോ ഇല്ലാത്തത് നമ്മളെ തന്നെ ഇല്ലാതാക്കുന്നുണ്ടോ എന്നൊരു സംശയം. ശരിയാണ്, ഗൗരവത്തോടു കൂടിയ ഒരു പ്ലാനിങ്, അതായത് നിരന്തരമായിട്ടുള്ള ഒരു പ്ലാനിങ്, നിരന്തരമായുള്ള ആക്ഷൻ ഏതൊരു പ്രവൃത്തിക്കും നിർബന്ധമാണെന്നുള്ളത്. നമ്മൾ ആരോഗ്യത്തെക്കുറിച്ച് സംസാരിച്ചു, സമയത്തെക്കുറിച്ച് സംസാരിച്ചു, ഭക്ഷണ രീതിയോ ഭക്ഷണത്തെക്കുറിച്ച് സംസാരിച്ചു. 2025 മാറ്റം വരുത്തിയേ പറ്റൂ എന്ന് ഞാൻ പറയാൻ പ്രധാനപ്പെട്ട കാരണം, പോസ്റ്റ് കോവിഡിന് ശേഷമുള്ള പുതിയ എല്ലാ തലമുറയും അല്ലെങ്കിൽ പഴയ തലമുറയിൽപ്പെട്ട നല്ല ആളുകളും ഏറ്റവും നല്ല രൂപത്തിൽ ടെക്നോളജി ഉപയോഗിച്ചേ പറ്റൂ എന്നുള്ളത് ചിന്തിക്കുകയോ മനസ്സിലാക്കുകയോ പഠിക്കുകയോ അറിയുകയോ ഉപയോഗിക്കാൻ തുടങ്ങുകയോ അല്ലെങ്കിൽ നന്നായി ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളായിട്ടുണ്ട്. ഇതൊന്നും ഒരുപാട് വർഷം മുമ്പുള്ളൊരു ചരിത്രമല്ല ഞാൻ പറയുന്നത്. ഇത് 2 വർഷം മുമ്പുള്ള അല്ലെങ്കിൽ ഈ 2-3 വർഷം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു ചേഞ്ചിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ പല ചേഞ്ചസും സംഭവിച്ചിട്ടുള്ളത് ലോകത്ത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. ഓരോരോ വർഷങ്ങൾ, ഓരോ ചേഞ്ചിനും വർഷങ്ങൾ എടുത്തിട്ടുണ്ട്. ഒരു ടെക്നോളജിയുടെ ചേഞ്ചിന്, ഒരു പക്ഷേ കമ്മ്യൂണിക്കേഷൻ്റെ ഒക്കെ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു വലിയ ചേഞ്ചിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് വർഷങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷേ 2030 ഡിജിറ്റൽ സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത ആളുകൾക്ക് 2022 ഡിജിറ്റൽ സ്കൂൾ തുടങ്ങേണ്ടി വന്നു. അവർ തുടങ്ങൽ നിർബന്ധമായി. ഇതുകൊണ്ട് സംഭവിച്ചത് എന്താണെന്നറിയോ? 2030 ഡിജിറ്റൽ യൂണിവേഴ്സിറ്റികളോ അല്ലെങ്കിൽ ഡിജിറ്റൽ സ്കൂളുകളോ ഓൺലൈൻ സ്കൂളുകളോ ഒക്കെ വ്യാപകമായി തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തവർക്കൊക്കെ 8-10 വർഷം മുമ്പ് നേരത്തെ ആരംഭിക്കാൻ ഒരു പുതിയ സാമൂഹിക ക്രമമുണ്ടായപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ചിന്തിക്കേണ്ട ആളുകൾ ഇനി ചിന്തിക്കാതെ മടിച്ചിരിക്കാൻ പറ്റില്ല, വളരെ നേരത്തെ ചിന്തിച്ചേ പറ്റൂ എന്നോ. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ നേരത്തെ തലമുറ കംപ്ലീറ്റ് പുതിയ ഒരിതിലേക്ക് മാറിപ്പോവുകയൊക്കെ ചെയ്തപ്പോൾ ഇനി പ്ലാൻ പ്രീപോൺ ചെയ്യേണ്ട അവസ്ഥയുണ്ടായി. അങ്ങനെയാണ് 2030 വെച്ച പ്ലാനുകളെല്ലാം പോസ്റ്റ്പോൺ ചെയ്യുന്നതിന് പകരം പ്രീപോൺ ചെയ്തത്. കുറച്ചുകൂടി നേരത്തെ അത് ചെയ്യേണ്ടി വന്നു. പ്രീപോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നേരത്തെ മുന്നോട്ട് വെക്കുക. വൈകി പുറപ്പെട്ടിട്ടും നേരത്തെ എത്തുന്ന വിമാനങ്ങളുണ്ട്. ചില വിമാനത്തിലൊക്കെ കയറുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ കാണാം, വൈകി പുറപ്പെട്ടാലും അവർ നേരത്തെ എത്തും. പവർഫുള്ളാണ് അവരതിനുള്ള സൗകര്യങ്ങളൊക്കെ അവർ മാക്സിമം ഉപയോഗപ്പെടുത്തിയിട്ടാണ് അവർ നേരത്തെ എത്തുക. പലപ്പോഴും സംഭവിക്കാറുണ്ട് അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ, നിങ്ങൾക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ പ്രീപോൺ ചെയ്യേണ്ടതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട. ഒന്നും കൂടി നേരത്തെ ആക്കാൻ. അപ്പൊ ഈ വർഷം കഴിയുമ്പോഴേക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ടെക്നോളജി പഠിക്കാം എന്നൊക്കെയാണ് ആലോചിച്ചിരിക്കുന്നുണ്ടാവുക പലരും. ഇതൊന്നും വിജയിക്കാൻ പോണില്ല. വളരെ പെട്ടെന്ന് ആ 2025 ഡിസംബറിലേക്ക് വെച്ച കാര്യം 2025 ഫെബ്രുവരി 6 രാവിലെ എടുക്കുന്ന തീരുമാനം ഈ 28 ആവുമ്പോഴേക്ക് തീരുമാനമാവണം, തീർക്കണം, പഠിച്ചു തീർക്കണം. അങ്ങനെ പ്രീപോൺ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ. ഇന്ന് അധ്യാപകർക്കുള്ള ചാലഞ്ച് എന്താണെന്നറിയാം നമുക്ക്. അധ്യാപകർക്ക് സ്കൂളിൽ പോയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾ അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അധ്യാപകർ ക്ലാസ് എടുക്കുന്നതാണ്, പക്ഷെ കുട്ടികളുടെ അവരുടെ മനസ്സിൽ നിന്ന് പറയുന്നുണ്ടാവും, ഈ മണ്ട ശിരോമണി അല്ലെങ്കിൽ ഈ മരമണ്ടൻ ഒരുപാട് കാലമായി ഒരേ കാര്യം ഒരേ ശൈലിയിൽ ഒരേ രീതിയിൽ പറയും. ഈ പറയാൻ പോകുന്ന അതേ കാര്യം എത്രയോ
നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ വെർച്വൽ റിയാലിറ്റി ഉൾപ്പെടുത്തി, അതിൻ്റെ ത്രിമാന രീതികൾ ഉൾപ്പെടുത്തി, അതിൻ്റെ സയൻറ്റിഫിക് ഇക്വേഷൻസ് ഉൾപ്പെടുത്തി, അതിൻ്റെ സകലമാന എക്സാമ്പിൾസിൻ്റെ വീഡിയോസും ഉൾപ്പെടുത്തിയിട്ടുള്ള മുഴുവൻ വീഡിയോസും യൂട്യൂബിൽ കുട്ടികൾ അവൈലബിൾ ആണ്. ഒരു ക്ലാസ്സിൽ 50, 60, 70 കുട്ടികളിൽ നിന്ന് 2, 3 കുട്ടികൾ എന്ത് തന്നെ ആയിരുന്നാലും അവരുടെ പുസ്തകങ്ങൾ നേരത്തെ കവർ ചെയ്യുന്ന കുട്ടികളായിരിക്കും. ആ കുട്ടികളുടെ മുമ്പിൽ നമ്മൾ വിഡ്ഢികളെ പോലെ ക്ലാസ് എടുക്കുന്ന എത്രയോ അധ്യാപകരെ നമുക്ക് കാണേണ്ടി വരും. ആ കുട്ടികൾ തീർച്ചയായിട്ടും 3 രൂപത്തിലുള്ള കുട്ടികളുണ്ടാവും. അവർ റെസ്പെക്ട് ചെയ്യുന്നവരുണ്ടാവും, അവർ ഞാനാണ് മികച്ചത് എന്ന് കാണിക്കുന്ന കുട്ടികളുണ്ടാവും. അതേപോലെ തന്നെ ഇൻഫോർമേഷൻ മികച്ചതാണെന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും എല്ലാവരെയും അറിയിച്ചിട്ടുണ്ടാവും. ഇതുകൊണ്ടൊക്കെ ഉണ്ടാവുന്ന ചലഞ്ച് എന്താണ്? ഒരു അധ്യാപകൻ തന്നെ നേരത്തെ പ്രോസസ്സ് ചെയ്യാൻ, ഓരോ എംപ്ലോയിയും ഓരോ മനുഷ്യനും തന്നെ നേരത്തെ തന്നെ മികച്ചതാക്കാൻ പറ്റാതെ വരുമ്പോൾ അടുത്ത തലമുറ നമ്മളോട് പുച്ഛത്തോടു കൂടി നോക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ MBA പഠിച്ചാലും മാസ്റ്റേഴ്സ് പഠിച്ചാലും BEd പഠിച്ചാലും MBed പഠിച്ചാലും പുതിയ കുട്ടി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയേണ്ടി വരുന്ന, നമുക്ക് ദുഃഖമുണ്ടാക്കുന്ന, സങ്കടമുണ്ടാക്കുന്ന ഹരാസി എന്നൊരു വിധത്തിലുള്ള വേർഡ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് സങ്കടപ്പെടേണ്ടി വരുന്നത്. അതിൻ്റെ അർത്ഥം അവർ നമ്മളെ കുറ്റം പറഞ്ഞതല്ല, അവർ നമ്മളെക്കാൾ മികച്ച രൂപത്തിൽ, മികച്ച ഇൻഫോർമേഷൻ എറിയിൽ വളരെ മികച്ച അഡ്വാൻസ്ഡ് ടെക്നോളജിയുടെ കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോകുന്ന ഒരു സന്ദർഭത്തിൽ നമുക്ക് നമ്മളെ പ്രീപോൺ ചെയ്യിപ്പിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ വളരെ മോശമായ മാനസികാവസ്ഥയിൽ എത്തിപ്പെടും. ഇതൊക്കെ എക്സാമ്പിൾ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് ഒരേ പാറ്റേണിലുള്ള പണ്ടങ്ങാണ്ട് പഠിച്ചൊരു ബിരിയാണി ഉണ്ടാക്കാൻ ഒരു കൂട്ടം നമുക്കറിയാം. പക്ഷെ ഞാൻ ഉണ്ടാക്കിത്തരാൻ ബിരിയാണി എന്ന് പറഞ്ഞ് പുതുതായിട്ട് അടുക്കളയിൽ കയറുന്ന യൂട്യൂബ് നോക്കി 5, 10 യൂട്യൂബ് തലേന്ന് രാത്രി കുത്തിയിരുന്ന് പഠിച്ചിട്ട് പിറ്റേന്ന് രാവിലെ വന്ന് പ്രാക്ടിക്കൽ ചെയ്യാവുന്ന കുട്ടി ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മികച്ച രൂപത്തിലുള്ള ഫുഡ് ഉണ്ടാക്കിയേക്കാം. ഇത് അങ്ങനെ അവർ ചെയ്യും എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാനുള്ള കാരണം, വളരെ ചെറിയ മൈൻഡിനകത്ത് കയറുന്ന സാധനങ്ങൾ, ഗ്രോത്ത് മൈൻഡ് സെറ്റോട് കൂടി നടക്കുന്ന പുതിയ കുട്ടികൾ, പഴയ മൈൻഡ് സെറ്റ് മാറ്റാൻ തയ്യാറല്ലാത്ത, ഞാൻ പഠിച്ചതേ പാടൂ എന്ന് പറയുന്ന ഫിക്സഡ് മൈൻഡ് സെറ്റുള്ള പഴമക്കാർ അല്ലെങ്കിൽ പഴയ ആളുകൾ. അപ്പോൾ ഫിക്സഡ് മൈൻഡ് സെറ്റിൽ നിന്ന് ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് ചേഞ്ച് ചെയ്യാതെ യാതൊരു കാരണവശാലും റീപോൺ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ 2026 ചെയ്യാമെന്നോ 27 ചെയ്യാമെന്ന് വിചാരിച്ച കാര്യങ്ങൾ 25 ചെയ്യാൻ തീരുമാനിക്കുക. കബീർദാസ് പണ്ട് പറഞ്ഞതുപോലെ ജോ കുച്ച് കൽ കർണ ഓ അഭി കരോ, ജോ കുച്ച് അഭി കർണ ആജ് കർണ ഓ അഭി കരോ എന്ന് പറഞ്ഞ ഒരു സെന്റൻസ്. അദ്ദേഹം ഒരു കവിയായിരുന്നു, നിങ്ങൾ പലരും പഠിച്ചിട്ടുണ്ടാവും. നാളെ ചെയ്യണമെന്ന് വിചാരിച്ചത് ഇന്ന് ചെയ്യൂ, ഇന്ന് ചെയ്യണമെന്ന് വിചാരിച്ചതിനെ ഇപ്പോൾ തന്നെ ചെയ്യൂ എന്ന് പറയുന്ന ഒരവസ്ഥ ഇത്രയും മുമ്പ് പറഞ്ഞു വെച്ച ഒരു ഇന്ത്യയിലെ പ്രമുഖ ഹിന്ദി കവി. അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ വളരെ അർത്ഥവത്താണ്. നമ്മൾ ഇനി നാളെ ചെയ്യാൻ വെച്ച കാര്യം ഇന്ന് ചെയ്യുകയോ, ഇന്ന് ചെയ്യാൻ വെച്ച കാര്യം ഇപ്പൊ തന്നെ ചെയ്യുകയോ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആവും, നിങ്ങളൊരു പഴഞ്ചനാവും, നമ്മളൊരു പഴഞ്ചനായി മാറും. ഔട്ട്ഡേറ്റഡ് ആവാതിരിക്കാൻ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് മെച്യൂരിറ്റി ഉണ്ട്, എനിക്ക് പ്രായമുണ്ട്, ഞാൻ കുറേ ചന്ദ്രമാസം കണ്ടു എന്നൊന്നും പറഞ്ഞ് ആരോടും വിളിച്ചു കൂവിയിട്ട് വലിയ പ്രസക്തിയൊന്നും ഇല്ല എന്ന് ഒറ്റക്ക് സങ്കടം പറയേണ്ടി വരും. അത് കേൾക്കാനും ആരുണ്ടാവില്ല. ആ അവസ്ഥ ഓവർകം ചെയ്യണമെങ്കിൽ തിരിച്ചറിവുണ്ടായേ പറ്റും. ഓറഞ്ച് ആപ്പിൾ മോട്ടിവേഷൻ മോൺസ്റ്റർ ജനറലി അറിവില്ലായ്മ നമ്മുടെ ശത്രുവാണ് എന്ന് തിരിച്ചറിയിപ്പിക്കാനാണ് ഈ പ്ലാറ്റ്ഫോം തുടങ്ങിയത് തന്നെ. അതുകൊണ്ട് ഈ ഒരു അറിവില്ലായ്മ നമ്മളുടെ ശത്രുവാണ്, നമുക്ക് ആളുകളോട് ശത്രുത തോന്നിപ്പിക്കുന്നത് നമ്മളുടെ അറിവില്ലായ്മ കൊണ്ടാണ് എന്നുള്ളതെങ്കിലും തിരിച്ചറിയാൻ നമുക്കായാൽ നമ്മൾ പ്രീ പോണിങ്ങിന് വേണ്ടി ശ്രമം തുടങ്ങിയിരിക്കും. അതുകൊണ്ട് ഒന്ന് നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യാനോ, ഇന്ന് ചെയ്യേണ്ടത് ഇപ്പൊ തന്നെ ചെയ്യാനോ ഉള്ള ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുക. ഓരോ വിഷയത്തിലും എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നാണ്. അത് ചെയ്യുന്ന ആളുകളുണ്ട്. ഇലോൺ മസ്ക് സെറ്റ് ചെയ്ത പുതിയ സാമ്പത്തിക നയങ്ങളും ചിന്തകളും വിജയ സാധ്യതകളും ഒക്കെ ലോകത്തുള്ള മുഴുവൻ കോടീശ്വരന്മാർക്ക് പാഠമായിക്കൊണ്ടാണ് പുതിയ ഒരു ലോകം ഉണ്ടായത്. ഇന്ന് അദ്ദേഹത്തിന്റെ $1 ബില്യൺ റിച്ച്നെസ്സിലേക്ക് അടുത്തെത്താൻ നിലവിലുള്ള ആളുകൾക്ക് ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും. അത്ര കാലത്തിനപ്പുറത്തേക്ക് ചിന്തിച്ച മനുഷ്യനാണ് അദ്ദേഹം. പണ്ട് റോജർ ഓടിയത് 10 കൂടുതൽ
സെക്കൻഡുകൾ എടുത്ത്, അല്ലെങ്കിൽ 100 മീറ്ററിന് ഇത്ര സെക്കൻഡ് എടുത്ത് ഓടി ഒരു മൈൽ സ്റ്റോൺ ക്രിയേറ്റ് ചെയ്ത സമയത്ത് 1960കളിൽ അത് പത്രങ്ങൾ പ്രോപ്പഗൻഡ ആക്കി അന്നത്തെ കാലത്തൊക്കെ വന്ന സമയത്താണ് ഇങ്ങനെ അയാളെക്കാൾ വേഗത്തിൽ എനിക്ക് ഓടണമെന്ന് ആളുകൾ ചിന്തിക്കുകയും ലോകത്ത് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ആ സമയത്ത് മികച്ചതാക്കി മാറ്റുകയും ഇന്ന് അവസാനം ഉസൈൻ ബോൾട്ടും ഒക്കെ ഓടിത്തീർത്ത ഒരു സമയത്തേക്ക് ഒരു വിഷയത്തിന്റെ കോമ്പറ്റീഷനിലേക്ക് എത്തിയതുമൊക്കെ. ഞാനിതൊക്കെ പറയുന്നത് ഓരോരുത്തരും മൈൽ സ്റ്റോൺ സെറ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് ചാലഞ്ചാണ്. അതുകൊണ്ട് ഫിക്സഡ് മൈൻഡ് സെറ്റിൽ നിലനിൽക്കുന്നത് വലിയ ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാനോ വലിയ നേട്ടങ്ങൾ കൊയ്യാനോ സാധിക്കാത്ത വിധം നമ്മൾ പുറന്തള്ളപ്പെട്ടു പോകും. പുറന്തള്ളപ്പെട്ടാൽ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ ഈ പ്രസംഗത്തിൽ ഈ കേൾക്കുന്നതിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. മറിച്ച് ഞാൻ ഇവരിൽ ഒരുവനാണ്, ഞാൻ ഈ കൂട്ടത്തിലുള്ളവരാണ്, ഞാൻ കാട്ടിലൊന്നുമല്ല, ഞാൻ ഈ നാട്ടിലൊക്കെ തന്നെയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു മിനിമം സാമൂഹ്യ ജീവിയാണെങ്കിൽ മാറിയേ പറ്റൂ. സോ മാറ്റത്തിന് വേണ്ടി ഒരുങ്ങുക. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. God bless. Thank you so much and love you all. Okay, thank you, sir. Thank you, sir. Thank you so much. Thank you. Thank you, sir.